ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ സ്തംഭിപ്പിച്ച് നഴ്സസ് സമരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നതാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രധാന ആവശ്യം. ആയിരക്കണക്കിന് നഴ്സസാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് UNA വ്യക്തമാക്കി. തിങ്കളാഴ്ചക്കുള്ളിൽ മിനിമം വേതനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. അല്ലാത്തപക്ഷം തിങ്കൾ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും UNA വ്യക്തമാക്കി. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ബേസിക് സാലറി 40,000 തരണമെന്ന് പറഞ്ഞാൽ ആ 20,000 തന്നിട്ട് 8 വർഷം കഴിഞ്ഞു. സർക്കാരിന് 1 രൂപ പോലും ബാധ്യമില്ലാത്ത വിഷയമാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുക. അത് പ്രഖ്യാപിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സമരപ്പന്തലിലെത്തി. നീതിക്ക് വേണ്ടി കേഴുന്ന ഈ പാവപ്പെട്ട സഹോദരിമാരുടെ സഹോദരന്മാരുടെ സങ്കടങ്ങൾ കാണാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ണട ചിരുട്ടാക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതിന് സംശയമില്ല. അർഹതപ്പെട്ട ശമ്പളം നഴ്സുമാർക്ക് ഉറപ്പാക്കണം എന്നതാണ് കേരള കോൺഗ്രസിന്റെ നിലപാടെന്ന് സമരവേദിയിലെത്തിയ ജോസ് കെ മാണി പറഞ്ഞു. ആ അർഹതപ്പെട്ട ശമ്പള വർധനവ് കൊടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇനി യാതൊരു സംശയവുമില്ല, നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാണ്. വ്യാഴാഴ്ച മുതൽ നഴ്സുമാർ പണിമുടക്കിലേക്ക് കടക്കും. 1/3 ജീവനക്കാർ ഡ്യൂട്ടി ബഹിഷ്കരിക്കും. കേരളത്തിലെ ഏകദേശം 490 സ്വകാര്യ ആശുപത്രികളിലെ ആയിരക്കണക്കിന് നഴ്സുമാരാകും ഡ്യൂട്ടി ബഹിഷ്കരിക്കുക. നഴ്സുമാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാർ മെല്ലെപ്പോക്ക് നയം തുടരുകയാണെന്നും അനിശ്ചിതകാല സമരമല്ലാതെ മറ്റു വഴികളില്ലെന്നും UNA നേതൃത്വം വ്യക്തമാക്കി. തിങ്കളാഴ്ചയ്ക്ക് മുന്നേ സർക്കാർ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ലോങ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.